ऐसे सच में बनवाना चाहता हूँ। ഒരു രക്തസാക്ഷിത്വത്തിനും वही आदमी ലാൽ സലാം സഖാവേ. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും 3 പ്രയോർ ഇൻസ്റ്റൻസ് അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ സഫീഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. अच्छा प्रिंट पे है इनके कैसे? उनके पास प्रिंट कैसे पहुंचे? ഇതിനൊക്കെ പുറമെ ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ साइलेंस अच्छा उसका ആർക്കും यूज करना എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൈലൻസ്. ഇന്റർനെറ്റിൽ പല സൈറ്റുകളായി കിടപ്പുണ്ട്. ചിത്രങ്ങളടക്കം ഇതിന്റെ നിർമ്മാണത്തിൽ അതിവിദഗ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പരിചിതമായ अरेस्ट करने वाले उसको उसने तो कुछ किया भी नहीं, दोनों ने बहुत गलत तरीके से फंसा रखा जिसने फंसा रखा മാറ്റി നിന്റെ തള്ള തന്നെ ആയിരിക്കും. ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരുടെങ്കിലും തോക്ക് കൊടുത്തണ്ടോടാ. ഓ അങ്ങനെ ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു അതല്ലേ അവർക്ക് അറിയേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്. സഹാക്കന്മാർ തന്നെ പല आपस में തന്തയുടെയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ ഈ 15 കൊല്ലം പാർട്ടിയിലെ സകല അവന്മാർക്കും ഇപ്പൊ കയറി വന്ന നിരക്ക. इसको ही मार दो. നീ ഒരു മറ്റടത്തേക്കും പോണില്ല. इसकी माँ पे तो जो है शक वैसे भी उसकी माँ ने थोड़ी എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ കേക്ക് ഇന്ന് വരെ കേരളത്തിലെ? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് എനിക്ക് ജീവപര്യന്തം 2-3 വർഷം കഴിഞ്ഞ പരോളിലിറങ്ങി ഇറങ്ങിയ കട്ടാൻ പേ തന്നെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലടാ. अरे 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 इसका फोन डाल दे पानी. मुझे लग रहा है इसने करवाया वो शायद ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രസിഡന്റ് NSP കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും. हाँ ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന सपोर्ट के लिए मना कर रहे हैं. മാർഗം अरे भैया कैसे बोल रहे अच्छा कैंसिल कर दिया उन्होंने. മായ പിന്തുണ ഇദ്ദേഹത്തിന് സുമേഷനായിരിക്കുമെന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കും. अच्छा ഹലോ ഒരു മിനിറ്റ്. ഞാൻ പെർഫെക്റ്റ്ലി കൺസീൽഡ് ആയിരിക്കണം. ഒന്നുപോലും അവരുടെ കണ്ണിൽ പെടരുത്. പിന്നെ മൊബൈൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ചെക്ക് ചെയ്യണം. हैं वो किससे बात कर रही थी? मैं किसी से कर रही थी. ऐसा नहीं ये मिली है ഇത് ആര് മാനത്തെ ചന്ദ്രികയല്ലേ? എന്താ മോളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടക്കാൻ നോക്കോടോ പിശാശെ. ദാ ചെന്നേ ആ മോത്ത മുടിയിലൊക്കെ എന്തെങ്കിലും കിട്ടുന്നു ഒളിച്ചിരിക്കാൻ ഒരു മേക്കപ്പ്. രാമനിയുടെ നോട്ട് ഞാൻ വക്കീലിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചാണോ ഒളിച്ചിരിക്കാൻ പോകുന്നത്? ബസ് ഈ കുരുക്കഴിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇതിൽ നിന്ന് രക്ഷപ്പെടോ മോളെ? ടച്ചിങ്സ് ഒന്നുമില്ല രാമനുണ്ണി. ഇത് നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഇനി ഈ मोबाइल नंबर दे मोबाइल दे दिया उन्हें सिम दे दिया. ജീൻസ് ബനിയൻ കളസം ഈ സാമാനം ഒന്നും ഞാൻ ഇടില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് ആരെങ്കിലും എന്നെ കണ്ടാ अच्छा ऐसे कपड़े पहनेंगे ना वो छुपने के लिए. ऐसे घूमेंगे तो और पैसा नहीं लेगा. എല്ലാവരും കടന്നിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചു. താനെന്തിനാ പുതിയ വഴി കണ്ടുപിടിക്കുന്നത്? കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഭയങ്കര വെള്ളമാണല്ലോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാണ് സ്ഥലം. എന്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് റിസോർട്ട്. അയ്യോ അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവില്ലേ? വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ മൊബൈലിന് റേഞ്ച് ഇല്ല. വാട്സപ്പ് ഉണ്ടാവുമല്ലോ. 28 കിലോമീറ്റർ മാറിയ ഒരു ടൗൺ. അവിടെ വിവരം ഉണ്ടോ? അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് പുറത്തു പോയി വിളിച്ച് അന്വേഷിച്ച് വരാമല്ലോ. അതെ ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറയാം.
മുടി മുറിക്കണ്ട, കളത്തിടണ്ട, വേണ്ട. റോട്ട് ഇയാൾ ഇറങ്ങി നിന്നാലും മതി. പക്ഷെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകും. ഇല്ലേ ഇല്ലേ രാമുണ്ണി? ഇല്ലേ हैं? वो परेशान हो गया मुझ काट तुम देगा इसकी अच्छा अच्छा काट देगी। अरे रे 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 पोस्टर छपने लग गए सारी जगह। ओ देखो चले गए गोवा जाएंगे शायद ना अभी अब पहचाने में नहीं आ रही बिल्कुल भी। अब तो वे आएंगे भी कल लगे हाँ। पहुंच गए तुम? आइलैंड पे चले गए सब लोग। अच्छा ये इससे बात कर रही थी वो अजय ഓ കഴിഞ്ഞ് തുണി കൊടുക്കാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്നത്. ഒറ്റടി അടിച്ചാണ് മനുഷ്യനെ ഭ്രാന്താക്കണതിന് ഒരു അതിരുണ്ട്. ഇതെന്റെ ഞാൻ പറയുന്നുള്ളൂ, ചതിക്കരുത് പ്ലീസ്. എന്തോന്ന് ഓക്കെ चल कर नजर रख रहे हैं इस आइलैंड में आओ। इन पे ही नजर रख रहे हैं ऐसा ऐसा क्यों कर रहे होंगे वह ये बात कर रही किसी से, कुछ प्लान है क्या इनका इस तरह से इन्होंने जिस तरह से कैमरे लगा रखे स्टॉक हैं। कर रहे हैं ना ये। हाँ वही तो क्यों कर रहे हैं ऐसा ये किसको कॉल कर रहा है इतनी रात? उन्होंने जैमे लगा रखे ना कॉल कर नहीं सकते हैं कहीं उसने छुपा रखा था क्या फोन ദിവസങ്ങളിൽ രക്ഷപ്പെട്ടാ शायद इसलिए ट्रैक्टर नजर ताकि वो कॉल नहीं कर सकते ना कहीं भाग ना सके क्योंकि वो शायद भाग नहीं सोच रहा ना कहीं നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നാണ് ഫയർ ചെയ്തിരിക്കുന്നത്. नोट कर रहा जो कहा था उन्होंने प्रेस कॉन्फ्रेंस में ADM-ന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ തോക്കിൽ രണ്ടുപേരുടെ പാമ്പറിന്റുകളുണ്ട്. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. ഒരെണ്ണം തിരിച്ചു മറിച്ചു അഡ്ജസ്റ്റ് ചെയ്യുന്ന बाहर नहीं सुखा सकता हो ആണോ? ഓ ഞാൻ ഓർക്കുന്നില്ലെന്നേ. ഞാൻ ഓർക്കണുണ്ട്. ആ ഹെൽന യാ ഓക്കെ തന്റെ കൈ കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ओ ये सिनेमा है പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അയാളെ കൊല്ലാൻ തനിക്ക് വേറെ എന്തോ ഒരു കാരണം. हाँ इसका अदर मोटिव था ना, मतलब मारा ऐसे नहीं क्या बोल तो रहा है उस അന്ന് ഗസ്റ്റ് ഹൗസ് വെച്ച് തോക്ക് ചൂണ്ടി മോഹൻ ഒരു ദിവസം പൊട്ടി. കേട്ടോ, പറയാം, കാരണമുണ്ട്. അവനെ കൊല്ലാൻ എനിക്ക് കാരണമുണ്ട്. हाँ देखो सिनेमा रहा ओ അവൻ പൊതിഞ്ഞൊന്ന് പറഞ്ഞു. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി हाँ पहली बार तो इसने यहाँ इसको वो किया था और दूसरे टाइम ऑफिस में भी नहीं कि उसने इसने मारा था। अंदर का नहीं बताया था उस दिन। हाँ अंदर क्या होता वो नहीं बताया था हाँ हाँ दिखा रहे हैं उस दिन का NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും എന്താ നിനക്ക് അറിയേണ്ടത്? എന്റെ അച്ഛന്റെ മരണം. अच्छा मैं पापा की Death डेथ के के बारे बारे में में। पूछ रहा था वहाँ तो कैमरे लगे हुए थे यार अच्छा पहले उन्हें ढका दिया कैमरा എന്റെ അറിവോടെ തന്നെ अच्छा इसकी वजह से
ഒത്തിരി ചോരക്കളി കളിച്ച് വടിച്ചു കളയെന്ന് തീരുമാനിച്ചു നിന്റെ അച്ഛൻ. अच्छा അന്ന് രാത്രി തന്നെ തീർന്നു. इसने मारा था इसको। उसी चीज का बदला लिया होगा ना इसने फिर. അറിയുമ്പോ എല്ലാം അറിഞ്ഞു. അത് NSPKയുടെ അക്കൗണ്ടിൽ കയറിയത് വേറൊരു കേസ് സപ്ലൈ ചെയ്തതും ഉദയഭാനു. मुझे भानु के चांस मिला उसके साथ. മതിയോ? ഇനി എപ്പോഴാ പൊട്ടി? इतना ही की थी दोनों फाइट हुई. तब हुआ था ऐसा. अच्छा अच्छा लड़ाई कुछ ज्यादा हुई नहीं थी. तो बाहर गिर गया था. लग ऐसा रहा था जैसे उसने पीटा हुआ बहुत. കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ ഫസ്റ്റ് എപ്പിസോഡ് നാളെ ഈവനിംഗ് 7:30 ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ എപ്പിസോഡ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. अच्छा इसीलिए यहाँ लेकर आई है इन दोनों को. एपिसोड रिलीज करेगी. वीडियो बना रही है. जानबूझ के गया इसका तो दूसरा प्लान था. ये उन दोनों का बिग बॉस बना रही है. ये दोनों ये उसे मार कर रहा है. क्या बोल रहा है उसे बताने के लिए. തന്തയിലെ കഴിവുറമൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. एपिसोड बनाएगी आराम से. बहुत तेज है लड़की. मीडिया में तो नहीं गई ये. കുറ്റവാളിയുടെ ഒളിവ് ദിനം. അമ്പാടി മോഹനൻ വധം. സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളി ക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖം മൂടി അണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ ഒളിജീവിതം പകർത്തുകയാണ്. छुपा के उसने वीडियो भेजी हुई. എപ്പിസോഡ് 1 ഇത് മെയിൽ അറ്റാച്ച്മെന്റ്. എല്ലാ ചാനലിലും ഇതിന്റെ കോപ്പി ഉണ്ട്. ഹോട്ട് പർസ്യൂട്ടിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. മെയിൽ अब इसकी माँ के लिए दिक्कत हो जाएगी. കൈകോപ്പിയെ പറ്റുള്ളൂ. മാറിക്കണോ ടിവിയിൽ രാമനുണ്ണി वो तो कन्फेस कर रहा है उसमें भी मैंने ही मारा. അമ്പാടി മോഹനൻ വധത്തിന്റെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളുമായി ഹോട്ട് പർസ്യൂട്ട്. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന രാമനുണ്ണി അമ്പാടി മോഹനൻ വധം സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. उन्हें तो कुछ पता नहीं चलेगा क्या चल रहा है. इस लड़की ने ऐसे क्यों किया? മൂടിയണിഞ്ഞ ഈ ചെന്നായുടെ ഒളിജീവിതം പകർത്തുകയാണ്. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്ക് സൈറ്റിന്റെ IP അഡ്രസ്സും മെയിലിയുടെ IP അഡ്രസ്സും സിംഗപ്പൂരാണ്. सिंगापुर है. सिंगापुर का दिखा रहा है. ऐसे कुछ किया होगा ना. अब सेकंड एपिसोड अपलोड होगा ना. नहीं फर्स्ट होगा अभी तो. सेकंड नहीं ना एपिसोड 1 है. अच्छा. पहले तो उसने अनाउंस किया था ना कि 7:30 बजे करूंगी मैं. अच्छा सब देखेंगे. ഞാൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. കുറച്ച് മനസ്സമാധാനം. उसी आदमी ने अपनी बेटी को बोला करने के लिए ये सब. അന്ന് രാത്രി തന്നെ പിന്നല്ലാതെ ചതിയാണ് സഖാവേ. നമ്മളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയുള്ള അവന്റെ അടവ്. NSPയുടെ ഒരു उदय भानु ने भेजा था वो. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. इसके लिए मुसीबत हो जाएगी अब. ധാരാണോ അത്? ഹാറ്റ്സ് ഓഫ് ഹോട്ട് പർസ്യൂട്ട്. എക്സ്ട്രാ मीडिया वाले देखो. സ്ക്രിപ്റ്റ് വെച്ച് രാമനുണ്ണിയുടെ അറിവോടെയാണ് ഇത് ചിത്രീകരിച്ചതെന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. ഇത് മാത്രം മതി അദ്ദേഹം ഒരുപാട് കാലം ഗോതമ്പ് നിന്ന് സർക്കാരിന്റെ ആതിഥ്യം അനുഭവിക്കും. ഈ 37 വെട്ടല്ലേ എന്നെ വെട്ടിയത്. എന്റെ ഭാഗ്യം കൊണ്ടാണ് ഒരു കാല് പോയത്. ആ കേസിൽ ഒന്നാം പ്രതി ആരാ? സഖാവേ, ഈ വെളിപ്പെടുത്തൽ അണികളിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പമുണ്ടാക്കും. അത് ഈ ഇലക്ഷനെ മാത്രമല്ല പാർട്ടിയെയും ബാധിക്കും. ഇനി പാർട്ടിയുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ അത് മതി. സഖാവേ, ഇതൊന്നും കേട്ട് പതറരുത്. എന്നോട് പോലും പറയാതെ അവനിത് കൊണ്ടു നടന്നു. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മത്സരിക്കില്ലായിരുന്നു. മോഹനോട് മാത്രമായിരുന്നു.
രക്തസാക്ഷിത്വത്തിന് മറുപടി കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് അതോർക്കണം. അപ്ലോഡ് ചെയ്തതിന്റെയും സോഴ്സ് വെച്ച് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? IP അഡ്രസ് കാണിക്കുന്നത് സിംഗപ്പൂരാണ്. स्पूकी में है ना. हाँ तभी तो वो आगे അവിടുത്തെ दिखा ഒരു रहे हैं. സെർവറിൽ നിന്നും കണക്ട് ചെയ്തതായിട്ടേ കാണിക്കൂ. പക്ഷേ ആ സെർവറിൽ നിന്നും ആ ടൈമിൽ അത് നടന്നിട്ടുണ്ടാവില്ല. ഹോം മിനിസ്ട്രി സെൻട്രൽ ഹോം മിനിസ്ട്രിക്ക് റിക്വസ്റ്റ് കൊടുത്ത് ഒടുവിൽ സെൻട്രൽ ഹോം മിനിസ്ട്രി ഇന്റർപോളിന് റിക്വസ്റ്റ് കൊടുക്കണം. ओ बाबा. अच्छा. മിനിസ്ട്രിയും പാർട്ടിയും കുറച്ച് പാനിക്ഡ് ആണ്. സർ, ഒരു ഹോട്ടലോ റിസോർട്ടോ ആണ് സ്ഥലം. ഫീബിൾ ആണെങ്കിലും സൗണ്ട് ട്രാക്കിൽ हाँ बीच रिसोर्ट है. ओ. കർണാടക, ഗോവ, ഇവിടെ എവിടെയും ആകാം. സർ, അടുത്ത എപ്പിസോഡുകൾ അവർ അപ്ലോഡ് ചെയ്യട്ടെ. അതിൽ यार चैट को ब्लॉक करने के लिए बोल रहा है. ये हो. इनको कुछ पता ही नहीं है क्या हो रहा है बाहर. इस लड़की का मकसद पता नहीं क्या है वहाँ नहीं. ഹോട്ട് പർസ്യൂട്ടിൽ ഇന്ന് 7:30-യോടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. सब कैसे बैठे हुए बिग बॉस देखने के लिए बैठे होंगे. കേരളം हाइडिंग डेज. കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലേണ്ടത്. പറയടോ. ചെയ്തതാരാ? തല്ലുകൊള്ളുമ്പോ വേദന കുറച്ചേ അറിയൂ. എനിക്ക് വേണ്ട. है जैसे जबरदस्ती. क्यों पिला रहा है? പറയാൻ പോക്കറ്റിൽ പറയരുത്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ മാറ്റിട്ടില്ല. ये चाहता तो था ऐसे करना, उसे मारना, पर उसने शायद मारा नहीं उसे, किसी और ने मारा. मतलब वो इससे सच उगलवाने की कोशिश कर रहा है शायद. मुझे लग रहा है इसने किया होगा. അവനോട് അത് ചെയ്യില്ല. തല്ലി കൊന്നിട്ടായാലും അവനെ കൊണ്ട് പറയിപ്പിക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ല. तो रिकॉर्ड कर रखा है क्या? बाहर भी लगा रखे थे हम कैमरे. ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കോ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ. सच में तो नहीं मार देगा मैं एंकर. इसको सच बनवाना चाहता हूँ. हाँ. उसे पैर में मार दिया. പറയാൻ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബുള്ളറ്റ് മാറ്റിയിട്ടില്ല. കള്ള് മുത്തപ്പത്തി കരഞ്ഞോണ്ട് പറഞ്ഞില്ലടാ നിനക്ക് കുമ്പസാരിക്കണോന്ന്. അത് പ്രചരണത്തിൽ തനിക്ക് വേണ്ടി വലിയ ആത്മാർത്ഥ അധ്വാനമൊന്നും വേണ്ടെന്നും പറഞ്ഞു. अच्छा उदय भानु. हाँ लग तो मुझे यही रहा है. इसी ने करवाया होगा. തന്റെ പല ഇലക്ഷൻ സ്ട്രാറ്റജിയും അന്നത്തെ പ്രോഗ്രാമും ഒക്കെ അയാൾക്ക് പറഞ്ഞും കൊടുത്തു. इसका असिस्टेंट. ആ അന്ന് ഫുട്ബോൾ മാച്ച് നടന്നില്ലേ? अच्छा. से पहले. इसके पहले को नहीं बताया उसे नहीं. അന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. नहीं उसने तो भेजा था इससे. തൂക്കി നുണ്ട മാറ്റുക പറഞ്ഞ അത്രയും വലിയ തെണ്ടിത്തരം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. ഞാൻ इसने भी जब कुछ नहीं किया, इसने नहीं किया तो किसने किया आखिर? उसी ने किया होगा ना उदय भानु ने. उसी के लिए तो कह रहा हूँ. പിന്നെ ആരായിരിക്കും? പിന്നെ സാധ്യത ഓരോരാളാവാനാ. ഡിവൈഎസ്പി പോൾ സിന്ദേവസി. इसका नाम ले रहा हो पुलिस वाले का. തന്നെ പെടുത്താനാണ് പാർട്ടി തീരുമാനിച്ചെങ്കിൽ घबरा गया था वो. എങ്കിൽ താൻ ശരിക്കും ഓർത്തു നോക്ക്. അന്ന് 6 ബുള്ളറ്റ് തന്നെ ലോഡ് ചെയ്തിരുന്നു എന്ന് തനിക്ക് ഉറപ്പാണോ? याद करेगा वो. आ गया उसको कुछ याद. राइफल प्रैक्टिस करते थे അതായത് 6 ബുള്ളറ്റ് വീതം. മൂന്നാമത് ലോഡ് ചെയ്തിട്ട് ഒരു ബുള്ളറ്റ് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ആ സമയത്താണ് സാഗർ സാറിന്റെ जो ट्रेनर था वो. സോറിഡോ വേദനിച്ചു. മാതാവിനെ വിളിച്ച പാവണ്ട. തൊടുപുഴ CA കണക്ട് ചെയ്യും. നെക്സ്റ്റ് എപ്പിസോഡ് എപ്പോഴാന്ന് പറഞ്ഞില്ലല്ലോ. ആ ദീപക്കെ സർ
ക്ലബിലെ ട്രെയിനർ സിബി ചാക്കോ അയാളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. നമുക്ക് മുന്നേ उसको ले മീഡിയയ്ക്ക് लेंगे അയാളെ കിട്ടരുത്. कस्टडी ഞാൻ में। ഉടനെ എത്തും. പട്ടിയെ തല്ലുന്ന പോലെ താനെന്നെ തല്ലി. അതിന് താനൊരു സനോട് മിണ്ടാതിരുന്നില്ലേ? ആഹാ, മിണ്ടാതിരിക്കുന്ന ഒരു ഞാൻ ഇത്ര സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്നാ രണ്ടുപേർക്കുള്ളിട്ട് ഞാൻ തന്നെ കൊള്ളണ്ടേ? ഞാനായിട്ട് എന്തിനാ തനിക്ക് കിട്ടാൻ? എന്തെങ്കിലും അറിഞ്ഞോ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഒന്നേ ഉള്ളൂ. അല്ല, വേറൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. ആന്റിസിപ്പേറ്ററി ബെയിൽ സെഷൻസ് കോടതി തള്ളി. ഡിവൈഎസ്പി പോൾസിന് ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്. എന്തെങ്കിലും തുമ്പ് കിട്ടി ഇവിടുന്നെങ്ങാനും പൊക്കിയ ഞാനും കൂടി അകത്താ, കുറ്റവാളികളെ ഒളിപ്പിച്ചതിന്. അത് കൊണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഏ മനസ്സിലായില്ല? ഹാ, ഇതിലെന്തത്ര മനസ്സിലാക്കാനുള്ളത്? ഹെൽന, നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആ ഒരു ഉറപ്പേ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഹലോ, ഒന്നും പറയണ്ട. ലവ് യു ടു.